സ്റ്റാർട്ട് ചെയ്യാടാ. ശരി, ഓക്കെ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാമല്ലോ. നമ്മൾ ഇതുവരെയാണ് പറഞ്ഞത് കോറിലേഷനും കൊവേരിയൻസും അല്ലേ. കോറിലേഷനും കൊവേരിയൻസും എവിടെ വരുന്നതാണ്? ഇൻ്റഗ്രേഷൻ്റെ കേസിൽ. ഇൻ്റഗ്രേഷനിൽ why we need correlation covariance? Sometimes redundancies will be there. In order to find out redundancy, we have to find how one attribute is related with another one. For that, we can find out correlation analysis. So some redundancy can be detected by correlation analysis. So in order to find out how strongly one attribute implies the other, we will use, for nominal data, we will use chi-square test. Okay, and which will help you to understand how each attributes are related with one another. Next is covariance. In covariance, it will tell you how one attribute is varying from the other one. In correlation, how one attribute is implying the other. Here, how one variable is varying with one another. That is known as covariance. So the covariance between A and B is defined as covariance of A comma B is expected value of A dot B. അതായത് A minus A bar B minus B bar ആണ് ഈ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ ഡോട്ട് ബി എന്ന് എഴുതിയിട്ടുള്ളത് മൈനസ് എ ബാർ ബി ബാർ. ഓക്കെ അല്ലേ? ശരി. സോ നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താ? നിങ്ങളിതിൽ നോക്കിയേ. നമ്മൾ ആദ്യം ഒരു സ്കിമാറ്റിക് ഡയഗ്രാം പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു ഡയഗ്രാം. ഇതിലെന്താ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ. ട്രാൻസ്ഫോർമേഷൻ എന്താ? -2, 32, 100, 59, 42. ഇത് ഒരു സാമ്പിൾ വാല്യൂസ് ആണ്. ഈ തന്നിരിക്കുന്ന സാമ്പിൾ വാല്യൂസിനെ ഞാൻ വേറൊരു റേഞ്ചിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക ചെയ്താൽ -2നെ -0.2, 32നെ -0.32, 1, 0.59, 48, അങ്ങനെ വേറൊരു രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോൺ ട്രാൻസ്ഫോർമേഷൻ. വാട്ട് ഇസ് ദ വേർഡ് മീനിങ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ? കൺവേർട്ടിംഗ് ഫ്രം ആക്ച്വലി ഇത് ട്രാൻസ്ഫോർമേഷൻ അല്ലേ? ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതല്ലേ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാന്ന് പറയാം. ഓക്കെ, സോ നൗ ഹിയർ ഇൻ ദ കേസ് ഓഫ് ഡാറ്റ, ഇൻ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ യു വിൽ സീ how data transformation is done. For data transformation, mainly we will consider smoothing technique. The smoothing technique will remove the noise from the data. Next method is normalization. Normalization means scaled to fall within a small range. ഇപ്പോൾ സാധാരണ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മൾ 1000 തൊട്ടുള്ള വാല്യൂസ് എന്ന് വിചാരിച്ചോ, 1000, 2000 എന്നൊക്കെയുള്ള വാല്യൂസിനെ നമുക്ക് ഇപ്പോൾ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ 10,000 എന്നുള്ള വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇത് 1, 2, 3, 4 അല്ലെങ്കിൽ 10, 20, 30 അങ്ങനെ സ്കെയിൽ ചെയ്യില്ലേ സ്മോൾ റേഞ്ചിലേക്ക്. 1410, 2420 ഇങ്ങനെ റേഞ്ച് ചെയ്യില്ലേ? അതാണ് സ്കെയിൽഡ് ടു ഫോൾ വിത്തിൻ എ സ്മോൾ ഓർ സ്പെസിഫൈഡ് റേഞ്ച്. ദാറ്റ് ഇസ് നോൺ ആസ് നോർമലൈസേഷൻ. Now, attribute feature construction means new attribute is constructed from the given attributes. Call it as attribute construction. വേറൊരു മെത്തേഡാണ് അഗ്രിഗേഷൻ. അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ എന്താ? സം ചെയ്യുന്നതല്ലേ? ദാറ്റ് മീൻസ് സമ്മറൈസേഷൻ. And next, fifth method is generalization. Generalization എന്ന് വെച്ചാൽ climbing the concept hierarchy is known as generalization. അതായത് നിങ്ങളോട് കഴിഞ്ഞ ദിവസം ഞാനൊരു കൺസെപ്റ്റ് ഹൈറാർക്കി പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കാനഡ ഒരു കൺട്രി പറയാണ്, അവിടെയുള്ള 2 പ്രൊവിൻസ് പറയാണ്, ഈ പ്രൊവിൻസിലുള്ള ഡിഫറെൻറ്റ് സിറ്റീസ് പറയാണ്, റൈറ്റ്? അപ്പോൾ ഇവിടെ എന്താ, ഇതിൽ ഓരോ സിറ്റിയും വാൻകൂവർ, ഒണ്ടാരിയോ, ഇങ്ങനെ ഓരോ സാധനങ്ങളും പറയുന്ന സമയത്ത് ഇതൊക്കെ സിറ്റീസാണ്. ഇൻ ക്ലൈംബിംഗ് അപ്പ് എന്ന് വെച്ചാൽ എന്താ? സിറ്റീസിൽ നിന്ന് പ്രൊവിൻസിലേക്ക്, പ്രൊവിൻസ് ടു കൺട്രി. ഇതൊന്നും നമ്മൾ പറയില്ലേ ടോപ്പ് ഡൗണും ബോട്ടം അപ്പ് എന്നറിയില്ലേ? ഈ
ബോട്ടം അപ്പിനെയാണ് നമ്മൾ ക്ലൈംബിംഗ് അപ്പ് ദ കൺസെപ്റ്റ് ഹയറാർക്കി എന്ന് പറയും. ഇനി ക്ലൈംബിംഗ് ഡൗൺ ആണെങ്കിലോ ടോപ്പ് ഡൗൺ, കൺട്രിയിൽ നിന്ന് ഡിഫറെൻറ്റ് സിറ്റീസിലേക്ക് വരുന്ന ആ ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ലേ, അതിനാണ് ജനറലൈസേഷൻ എന്ന് പറയും. കൺസെപ്റ്റ് ഹയറാർക്കി ക്ലൈംബിംഗ്. So these are the four strategies we will consider in the case of data transformation. ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? സ്മൂത്തിങ് ഉണ്ട്, നോർമലൈസേഷൻ ഉണ്ട്, പുതിയ ആട്രിബ്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, അഗ്രിഗേഷൻ, ജനറലൈസേഷൻ. ഇത്രയാണ് ഡാറ്റ ട്രാൻസ്ഫോർമേഷനിൽ വരുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ നോക്കാം. ഇതിൽ സ്മൂത്തിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതല്ലേ. സ്മൂത്തിങ് എന്ന് വെച്ചാൽ എന്താ? റിമൂവിങ് ദ നോയ്സ്. അതിനുവേണ്ടി പഠിച്ച മെത്തേഡ് എന്താ? സ്മൂത്തിങ്ങിൻ്റെ ഒരു മെത്തേഡിൻ്റെ പേര് പറയൂ, ഇന്നലെ പഠിച്ചേ. Tell me one method which is used for smoothing. Anyone, please answer to my question. Tell me one method for smoothing. Yes, binning. Good. Binning. So ബിന്നിങ്ങിൽ രണ്ട് ടൈപ്പ് ബിന്നിങ് പഠിച്ചില്ലേ? ബിൻ ബൈ മീനും ബിൻ ബൈ മീഡിയനും. എങ്ങനെയായിരുന്നു ബിന്നിങ് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റനെ നമ്മൾ അറേഞ്ച് ചെയ്യും. ആ അറേഞ്ച് ചെയ്തതിനെ ഈക്വൽ ഫ്രീക്വൻസിയുള്ള ബിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഐദർ മീൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ബൗണ്ടറി വെച്ച് റീപ്ലേസ് ചെയ്യും. അങ്ങനെ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷനിൽ അപ്പോൾ നമ്മൾ സ്മൂത്തിങ് കഴിഞ്ഞല്ലോ. ഇതിൽ ട്രാൻസ്ഫോർമേഷൻ്റെ ആദ്യത്തെ സ്ട്രാറ്റജിയിൽ നമ്മൾ പറയുന്നത്, മെത്തേഡിൽ പറയുന്നത് എന്താ? സ്മൂത്തിങ് ആണ്. അത് കഴിഞ്ഞു. ഇനി അടുത്ത മെത്തേഡ് എന്താ? നോർമലൈസേഷൻ. അപ്പോൾ നോർമലൈസേഷൻ എന്താ നോക്കാം. നോർമലൈസ് ചെയ്യുന്ന വെച്ചാൽ എന്താ? സ്കെയിലിംഗ് ടു സ്മോൾ റേഞ്ച്. അതാണ് നോർമലൈസേഷൻ എന്ന് വെച്ചാൽ. അപ്പോൾ ഇതിൽ സ്കെയിലിങ്ങിന് നോർമലൈസേഷന് രണ്ട് ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണുള്ളത്. രണ്ട് ഇമ്പോർട്ടൻറ്റ് നോർമലൈസേഷൻ ടെക്നിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വൺ ഇസ് മിൻമാക്സ് നോർമലൈസേഷൻ, അനദർ ഇസ് സെറ്റ് സ്കോർ നോർമലൈസേഷൻ. ഏതൊക്കെയാണ്? മിൻമാക്സ് നോർമലൈസേഷനും സെറ്റ് സ്കോർ നോർമലൈസേഷനും. ഇതിൽ രണ്ടിൻ്റെ ഇക്വേഷൻ പഠിക്കുക. ഇത് ചോദിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അപ്ലൈ മിൻമാക്സ് നോർമലൈസേഷൻ അല്ലെങ്കിൽ അപ്ലൈ സെറ്റ് സ്കോർ നോർമലൈസേഷൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരിക. ഈ സെറ്റ് സ്കോർ നോർമലൈസേഷന് വേറൊരു ടൈപ്പ് decimal scaling. So these are the three methods. Min-max normalization, set score normalization, normalization by decimal scaling. Now how to find out min-max normalization? V dash is equal to V minus minimum of A divided by maximum of A minus minimum, new maximum of A minus new minimum of A plus new minimum of A. ഇത് ശരിക്കും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാധനം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുവാണ്, മിനിമം ന്യൂ മാക്സിമം വാല്യൂ തന്നിട്ടുണ്ടാവും. അതിൽ മിനിമം മാക്സിമം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോയതില്ല. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. സപ്പോസ് ദാറ്റ് കിട്ടിയിരിക്കുന്ന ഓരോ വാല്യൂ, സപ്പോസ് ദാറ്റ് മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് ഫോർ ആട്രിബ്യൂട്ട് ഇൻകം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആട്രിബ്യൂട്ട് ഏതാ? ഇൻകം. ഓക്കെ, ആർ 12,000 and 9,800. അപ്പോൾ അത്ര മിനിമം വാല്യൂ എന്ന് പറയുന്നത് $12,000 മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 9800 എന്ന് പറയുന്ന 00. ഇതാണ് മാക്സിമം വാല്യൂസ് വന്നിട്ടുള്ളത്. വി വുഡ് ലൈക്ക് ടു മാപ്പ് ഇൻകം വിത്ത് റേഞ്ച് 0 to 1. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന വാല്യൂവിനെ 0നും 1നും ഇടയിലേക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഞാൻ അതിന് എന്ത് ചെയ്യുന്നു? ന്യൂ മിനിമം വാല്യൂ എന്നും ന്യൂ മാക്സിമം വാല്യൂ, അത് മാപ്പ് ചെയ്യല്ലേ വേണ്ടേ? അതല്ലേ നമ്മുടെ ന്യൂ മിനിമം ആൻഡ് ന്യൂ മാക്സിമം. ന്യൂ മിനിമം എത്രയാ? ഏത് റേഞ്ചിലേക്ക് മാപ്പ് ചെയ്യേണ്ടത്? 0നും 1നും എടുക്കുക. അപ്പോൾ ന്യൂ മിനിമത്തിന് 0നും ന്യൂ മാക്സിമത്തിന് 1 എന്ന് എടുക്കും. ഇത് ഇങ്ങനെ കിട്ടിയത് 0 to, അതായത് മാപ്പ് ദ ഇൻകം ടു ദ റേഞ്ച് 0.0 to 1. ഓക്കെ, ഇപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. ബൈ മിൻമാക്സ് നോർമലൈസേഷൻ വാല്യൂ ഇസ് 73,600. ഈ തന്നിരിക്കുന്ന വാല്യൂ ആണ് എന്ത്? നമ്മുടെ കൺസിഡർ ചെയ്യേണ്ട വാല്യൂ 73,600. ഇനി നിങ്ങൾ ഇക്വേഷനിലേക്ക് വരും. ഇത്രയും കണ്ടൻസ് കിട്ടിയല്ലോ. ഓക്കെ, നോക്കൂ, ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് പോവാം.
ഹലോ. ഇപ്പൊ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ? വി ഡാഷ് ഇസ് ഈക്വൽ ടു മിനിമാക്സ് നോർമലൈസേഷൻ വാല്യൂലെ വി ഡാഷ് ഇസ് ഈക്വൽ ടു വി മൈനസ് വി ഏതാണ് വി? ഏത് വാല്യൂലാണോ നമുക്ക് മിനിമാക്സ് നോർമലൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? 7600 അല്ലേ? നോക്ക്. അപ്ലൈ ബൈ മിനിമാക്സ് നോർമലൈസേഷൻ ഫോർ എ വാല്യൂ 73600. അപ്പൊ അതാണ് വി എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, അപ്പൊ വി എത്രയാണ്? 73600. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പോൾ വാ ഇനി ഇക്വേഷനിലേക്ക് പോകും. അപ്പോൾ എന്താ മിനിമാക്സ് നോർമലൈസേഷൻ? വി മൈനസ് വി എത്രയാ? എന്താണ് വി എന്ന് പറയുന്നത്? 73600 മൈനസ് വാട്ട് ഇസ് മിനിമം വാല്യൂ ഓഫ് എ? 12000 ഡിവൈഡഡ് ബൈ മാക്സിമം വാല്യൂ ഓഫ് എ എത്രയാ? 90,000 മൈനസ് 12000. വാട്ട് ഇസ് ന്യൂ മാക്സിമം വാല്യൂ? ന്യൂ മാക്സിമം വാല്യൂ 1 ആയിരുന്നല്ലേ? 1 മൈനസ് 0 പ്ലസ് ന്യൂ മിനിമം വാല്യൂ 1. ഈ തന്നിരിക്കുന്ന വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രമേ വേണ്ടൂ. ഓ, സീ ദിസ്. എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത് നമുക്ക്? 73,600. അപ്പോൾ വി ഡാഷ് ആണ് കണ്ടുപിടിക്കുന്നത്. വി ഡാഷ് ഈസ് ഈക്വൽ ടു വി മൈനസ് മിനിമം ഓഫ് എ ഡിവൈഡഡ് ബൈ മാക്സിമം ഓഫ് എ ഇൻറ്റു മിനിമം ഓഫ് എ ഇൻറ്റു മിനിമം ഓഫ് എ മാക്സിമം ഓഫ് എ മൈനസ് മിനിമം ഓഫ് എ പ്ലസ് ന്യൂ മിനിമം ഓഫ് എ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് 0.716 നോക്കും. So this is the min-max normalization value V dash is equal to 0.716. ഓക്കെ ആയോ പറഞ്ഞത്? ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? മിനിമാക്സ് നോർമലൈസേഷൻ എപ്പോഴും എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയത്. മിനിമാക്സ് നോർമലൈസേഷൻ ഈസിയാണ്. ചില സമയത്ത് എസ് എ ടൈപ്പിലായിട്ടും ചോദിച്ചിട്ടുണ്ട്. Apply the normalization, apply min-max normalization, apply set score normalization. And the equation v dash is equal to v minus minimum of a divided by maximum of a minus minimum of a into new max a minus new minimum of a plus new minimum of a. Okay, ഇതാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് പഠിച്ചു നോക്കുക. ഓക്കെ ആയോ? ഓക്കെ ആയോടാ? അർജുൻ, അതുൽ, സത്യപാൽ, അഭിലാഷ്. ഓക്കെ, ശരി. ഇനി ഇതുപോലെ തന്നെയാണ്, സെയിം മെത്തേഡ് തന്നെയാണ് ഇതിലും വരിക, സെറ്റ് സ്കോർ നോർമലൈസേഷനിലും വരിക. സെറ്റ് സ്കോർ നോർമലൈസേഷൻ ഇക്വേഷൻ എന്താ? വി ഡാഷ് ഇസ് ഈക്വൽ ടു വി മൈനസ് എ ബാർ ഡിവൈഡഡ് ബൈ സിഗ്മ ഓഫ് എ. എന്നിട്ടും നിൽക്കോ? ഇതേപോലെ തന്നെ ഇതേ കാര്യത്തിൽ നമ്മൾ സെറ്റ് സ്കോർ നോർമലൈസേഷൻ അപ്ലൈ ചെയ്താൽ സപ്പോസ് ദാറ്റ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ എന്ന് തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെ. ഇക്വേഷൻ എന്തായിരുന്നു? ബി ഡാഷ് മൈനസ് എ ബാർ. ഇവിടെ എ ബാർ എന്ന് പറയുന്നത് മീനും സിഗ്മ എ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിയേ, ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത് നോക്കുക. സപ്പോസ് ദാറ്റ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട വാല്യൂ 73,600. അപ്പോൾ വി മൈനസ് എ ബാർ. അപ്പോൾ എന്താ? വി മൈനസ് എ ബാർ ആണ് മീൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര? 16,000. So apply this value on that equation. B, you will get the value like this, right? B dash is equal to B minus mean of A divided by standard deviation. So B എത്രയാ? 73,600 minus 54,000 divided by 16,000. So you will get a value like this, 1.225. So this will become the set score normalized value. Okay ആണോ?
ഈ പറഞ്ഞത് ഓക്കെ ആണോ? ശരി, ഇനിയൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? അതായത് നമുക്കൊരു സാധാരണ പൊതുവെ എക്സാമിന് ചോദിക്കുന്നത് ഈ ഒരു പാറ്റേണിലല്ല, ഇങ്ങനെയാണ് ചോദിക്കാറ്. ക്വസ്റ്റ്യൻ എഴുതിക്കോ നിങ്ങൾ. അപ്ലൈ മിനിമാക്സ് നോർമലൈസേഷൻ. അപ്ലൈ min-max normalization on the following marks: 8, 10, 15, 20. നമ്മുടെ with the range 0 to 1. In the question, apply min-max normalization on the following marks: 8, 10, 15, and 20 with the range 0 to 1. So, min-max normalization ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? min-max normalization equation എന്താ? V dash is equal to V minus minimum of A divided by maximum of A minus minimum of A into new maximum of A minus new minimum of A plus new minimum of A, right? ഇതാണ് ഇക്വേഷൻ അല്ലേ? അങ്ങനെയല്ല ഇക്വേഷൻ തന്നിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട മാർക്ക് ഏതാ? കൺസിഡർ മാർക്ക് 8. കൺസിഡർ ചെയ്യാം. എന്ത് വരും? ഇതേ സാധനം നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് പറഞ്ഞേ എങ്ങനെ കിട്ടാന്ന്. വി എത്രയാ? വി 8. നമുക്ക് തന്നിരിക്കുന്ന മാർക്കിൽ ഏറ്റവും മിനിമം വാല്യൂ എത്രയാ? മിനിമം ഓഫ് എ എത്രയാ? 8. ഇതാണ് മിനിമം വാല്യൂ. മാക്സിമം വാല്യൂ എത്രയാ? 20. അപ്പോൾ 8 മൈനസ് മിനിമം മാർക്ക് 8, റൈറ്റ്, ഡിവൈഡഡ് ബൈ മാക്സിമം മാർക്ക് എത്ര ഇവിടെ? മാക്സിമം 20 മൈനസ് മിനിമം ഓഫ് എ എത്രയാ? 8 ഇൻറ്റു ന്യൂ മാക്സിമം ഓഫ് എ. ഇവിടെ 0 to 1ലേക്കാണ് നമുക്ക് മാപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ മാക്സിമം എത്ര? 1 മൈനസ് 0 പ്ലസ് ന്യൂ മിനിമം ഓഫ് എ എത്രയാ? 0. ഇതെന്ത് കിട്ടും നിങ്ങൾക്ക്? മിനിമാക്സ് നോർമലൈസേഷൻ കഴിഞ്ഞാൽ 0/12 ഇൻറ്റു 1 പ്ലസ് 0 എന്ന് കിട്ടും. അതായത് 8 നിങ്ങൾ എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യും? 0ലേക്ക്. പറഞ്ഞ മനസ്സിലായോ? പറയുന്ന മനസ്സിലായോ? പറയൂ, യെസ് ഓർ നോ പറയൂ. യെസ്, ഓക്കെ, ശരി. ഇനി സെയിം കൺസെപ്റ്റ് അപ്ലൈ ഫോർ ദ മാർക്ക് 10. 10 വരുമ്പോൾ എന്ത് കിട്ടുമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറ. ഇവിടെ വി എന്ന് പറയുന്നത് നമ്മൾ ഏത് മാർക്കാണ് കൺസിഡർ ചെയ്യുന്നത് അതായിരിക്കും വി. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 10 ആണ് വി. വി മൈനസ് മിനിമം ഓഫ് എ എത്രയാ? 8 ഡിവൈഡ് ബൈ 20 മൈനസ് 8 ഇൻറ്റു 1 മൈനസ് 0 പ്ലസ് 0. അതിന് ചേഞ്ച് ഒന്നും ഉണ്ടല്ലോ, അതൊക്കെ സെയിം തന്നെ ആയിരിക്കും. മൈനസ് 2/12 ഇൻറ്റു 1 പ്ലസ് 0 എന്ന് കിട്ടും, റൈറ്റ് അല്ലേ? മൈനസ് 2/12 എന്ന് വെച്ചാൽ എത്രയാ? 1/6 കിട്ടും. ഹലോ, കിട്ടിയാടാ?
അയ്യോ ഇവിടെ തെറ്റിപ്പോയ 10 - 8 നിന്ന് 2 അല്ലേ വരും. അങ്ങനെ താരം പറഞ്ഞത് കിട്ടി പറഞ്ഞത് 10 - 8/2. അപ്പൊ ഇത് എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യാ? 2/12 എന്ന് വെച്ചാൽ എത്രയാ? 0.16 അല്ലേ? 0.16 അല്ലേ? ഇത് 0.16. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ വേണം എഴുതാൻ വേണ്ടി. 8 min max normalization എഴുതുക. വാല്യൂ min max normalization വാല്യൂ 80ലേക്ക് 10 0.16ലേക്ക്. ഇനി അടുത്ത് അതുപോലെ നിങ്ങൾ ബാക്കിയുള്ള കണ്ടുപിടിച്ചേ. 15 എന്ത് വരും? 15 മൈനസ് 8 divided by 20 minus 8. ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഇൻറ്റു 1 പ്ലസ് 0. 15 മൈനസ് 8 എന്ന് പറയുമ്പോൾ 7 കിട്ടും. 7/12 ഇൻറ്റു 1 പ്ലസ് 0 അല്ലേ? അങ്ങനെ കിട്ടുമോ? 7/12 എന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യം എന്ത് കിട്ടും? 7/12 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ? 0.58. 0.58 കിട്ടും. Is that okay? ഇത് ഓക്കെ ആണോ? ഫജർ, ഷബ്ന, മിഥിലാജ്, അനുശ്രീ, ഹരിത, സർഗ, വിഷ്ണു. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ബി ഡാഷ് ഇസ് ഈക്വൽ ടു ബി മൈനസ് മിനിമം ഓഫ് എ ഡിവൈഡ് ബൈ മാക്സിമം ഓഫ് എ മൈനസ് മിനിമം ഓഫ് എ ഇൻറ്റു ന്യൂ മിനിമം ഓഫ് എ മൈനസ് ന്യൂ മാക്സിമം ഓഫ് എ മൈനസ് ന്യൂ മിനിമം ഓഫ് എ പ്ലസ് ന്യൂ മിനിമം ഓഫ് എ. ഓക്കെ, നേരത്തെ നിങ്ങൾക്ക് സിംഗിൾ വാല്യൂ തന്നിട്ടില്ല. ചിലപ്പോൾ ഇതൊരു ടേബിൾ ആയിട്ട് തരാം. ഇപ്പം ഞാൻ 3, 5, 8, 10, 15 കണ്ടുപിടിച്ചിട്ടില്ലേ? അതുപോലെ. അടുത്തതാണ് ഡെസിമൽ സ്കെയിലിംഗ്. ഡെസിമൽ സ്കെയിലിംഗിന്റെ ഇക്വേഷൻ എന്താ? ബി ഡാഷ് ഇസ് ഈക്വൽ ടു ബി മൈനസ് 10 raised to j, where j is the smallest integer such that maximum of b dash. Okay. അപ്പോൾ എന്താ ചെയ്യുന്നത്? Suppose that recorded value of a range from -986 to 917. Absolute value is given. Normalized decimal scale divided by 1000. So that -986 is normalized. അത് എന്താ ചെയ്യുക ഇവിടെ? നോർമലൈസ് ഇക്വേഷൻ എന്താ? ബി മൈനസ് 10 raised to j അല്ലേ? ബി എത്ര ഇവിടെ തന്നിരിക്കുന്നത്? -986. ബി ഡാഷ് ഇസ് ഈക്വൽ ടു ബി മൈനസ് ബി ബൈ 10 raised to j. ഇവിടെ j ഇസ് ഈക്വൽ ടു 3 തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര എന്താ കിട്ടുക നിങ്ങൾക്ക്? 986 എന്ന് പറയുന്ന സമയത്ത് മോഡുലസ് എടുക്കുമ്പോൾ -986 ഡിവൈഡ് ബൈ ജെന്റെ വാല്യൂ എത്ര തന്നിട്ടില്ല? j ഇസ് ഈക്വൽ ടു 3, 10 raised to 3 എന്ന് കിട്ടും. അപ്പോൾ എന്താ? 986 ഡിവൈഡ് ബൈ 10 raised to 3. 10 raised to 3 എന്ന് വെച്ചാൽ എത്രയാ? 1000 അല്ലേ? 1000. 0.986. So -986 is normalized to -0.986 and 917 is normalized to 917. ഇതിനാണ് ടെൻസ് സ്കെയിലിംഗ് അല്ലെങ്കിൽ ഡെസിമൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ജെന്റെ വാല്യൂ 3 തന്നിട്ടുണ്ടാണ് എടുത്തിട്ടുള്ളത്. ചില കേസിൽ എന്തായാലും നിങ്ങൾക്ക് ജെന്റെ വാല്യൂ തരും. ഡെസിമൽ സ്കെയിലിംഗ് എത്ര ഡെസിമലിലേക്ക് സ്കെയിൽ ചെയ്യണം? ഓക്കെ ആയോ ഈ 3 നോർമലൈസേഷൻ മെത്തേഡ്സ്?
ജാസിം, അതുൽ ദിനേശ്, അശ്വിൻ, അഭിലാഷ്, ശരത്, സുബിൻ രാജ്. ഓക്കെ, അഭിലാഷ് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇപ്പോൾ 3 നോർമലൈസേഷൻ മെത്തേഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇനി അത്രയാണ് ഡാറ്റ ഇന്റഗ്രേഷനും കഴിഞ്ഞു, ട്രാൻസ്ഫോർമേഷനും കഴിഞ്ഞു. ട്രാൻസ്ഫോർമേഷനിൽ സ്മൂത്തിങ്ങും നോർമലൈസേഷനും അഗ്രിഗേഷൻ, ക്ലൈംബിംഗ് ഓഫ് ദ കൺസെപ്റ്റ് ഹയറാർക്കി, ഇതൊക്കെയാണ് ഡിഫറെന്റ് മെത്തേഡ്സ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടെക്നിക്കാണ്, അടുത്ത സ്റ്റേജ് ആണ്, അടുത്ത സ്റ്റെപ്പാണ് ഡാറ്റ റിഡക്ഷൻ എന്ന് പറയുന്നത്. അല്ലേ? 4 സ്റ്റെപ്പല്ലേ? ഇന്റഗ്രേഷൻ അല്ല, ക്ലീനിങ്, ഇന്റഗ്രേഷൻ, ട്രാൻസ്ഫോർമേഷൻ, റിഡക്ഷൻ, then discretization, concept hierarchy. അപ്പോൾ ഇതിൽ ഡാറ്റ റിഡക്ഷൻ നോക്കാം. Okay. Why data reduction? എന്തിനാണ് നമ്മൾ ഡാറ്റ റിഡക്ഷൻ അപ്ലൈ ചെയ്യുന്നത്? Why we need data reduction? Just read this once. Why we need data reduction? Data reduction means reducing the dimensions or specifications, right? A database or data warehouse may store terabytes of data. Their complex data analysis or mining may take a very long time to run on the complete data set. നമുക്കിപ്പോൾ കുറേയധികം ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ, എൻ്റെ ഡാറ്റാബേസ് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എത്രത്തോളം സെർച്ച് ചെയ്യേണ്ടി വരും? വലിയ large amount of data you have to traverse, right? So data reduction is required. So what a data reduction techniques will do? Data reduction is obtain a reduced representation of data set that is much smaller in volume but it produces same analytical result. നമ്മളിപ്പം ചെറിയ വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ടിൽ ചേഞ്ച് ഒന്നും വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി പ്രിസർവ്ഡ് and it will produce the same result, same analytical result as that of the original data. അതാണ് ഡാറ്റ റിഡക്ഷൻ എന്നത്. ഡാറ്റ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് ഒഴിവാക്കാം, അല്ലെങ്കിൽ അതിന് അൺനെസറി ഡാറ്റാസിനെ ഹൈഡ് ചെയ്യാം. റിഡക്ഷനിൽ ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ, ഡാറ്റ റിഡക്ഷൻ സ്ട്രാറ്റജീസിൽ പഠിക്കാനുള്ളതാണ്. ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ, ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ, dimensionality reduction, data compression, numerosity reduction, discretization and concept hierarchy. അപ്പോൾ ഇതിൽ ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് അറിയുന്നല്ലേ? എന്താ ഡാറ്റ ക്യൂബ് എന്ന് വെച്ചാൽ? ഡാറ്റ ക്യൂബ് എന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് തന്നിരിക്കുന്ന ക്യൂബിക്കൽ റെപ്രസെന്റേഷൻ അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഐറ്റത്തിലും ഓരോ ആട്രിബ്യൂട്ട്സിനും ഒരു ക്യൂബിനെ സൈഡായിട്ട് റെപ്രസെന്റ് ചെയ്യും. എന്നിട്ട് എങ്ങനെയാണ് അത് വാല്യൂ എടുക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഇലക്ട്രോണിക്സ് കമ്പനീൻ്റെ കേസ് എടുത്ത് ഓർമ്മയില്ലേ? ഒരു ക്യൂബ് ഇതിൻ്റെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെഡ് ആക്സിസിലും ഓരോന്ന് റെപ്രസെന്റ് ചെയ്യും. എക്സ് ആക്സിസിൽ ഐറ്റം, വൈ ആക്സിസിൽ ഇയർ ഓർ ടൈം പീരീഡ്, സെഡ് ആക്സിസിൽ സിറ്റീസ്. അപ്പോൾ ഡാറ്റ റിഡക്ഷൻ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ, അതിൽ ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ ഉണ്ട്. ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിന് കുറച്ച് ആട്രിബ്യൂട്ടിനെ മാത്രം സെലക്ട് ചെയ്യുന്നതാണ് ആട്രിബ്യൂട്ട് സബ്സെറ്റ് അല്ലേ? ക്യൂബ് അഗ്രിഗേഷൻ എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ക്യൂബിന് ഏതെങ്കിലും ഒരു ഫോമിലേക്ക് ഏതെങ്കിലും ചില എൻറ്റിറ്റീസ് മാത്രം കൺസിഡർ ചെയ്തിട്ട് അതിനെ അഗ്രിഗേറ്റ് ചെയ്യുക, അതാണ് ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ. ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷനോ ഇറലവൻറ്റ്, weakly irrelevant or redundant attributes or dimensions may be detected and removed. അതാണ് ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ. ഇനി ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ആണെങ്കിലോ റിമൂവ് അൺഇമ്പോർട്ടൻറ്റ് ആട്രിബ്യൂട്ട്സ്.
നെക്സ്റ്റ് ഇസ് ഡാറ്റ കംപ്രഷൻ, സൈസ് കുറക്കുക എന്നുള്ളതാണ് ഡാറ്റ കംപ്രഷൻ. ന്യൂമറോസിറ്റി റിഡക്ഷൻ, ഫിറ്റ് ഡാറ്റ ഇൻ ടു സം പെർട്ടിക്കുലർ മോഡൽ. Discretization, concept hierarchy will discuss in the last sessions. The syllabus last year. അപ്പോൾ ഇത്രയാണ് ഡാറ്റ റിഡക്ഷൻ ടെക്നിക്സ് എന്ന് വെച്ചാൽ. ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ, ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ, dimensionality reduction, data compression, numerosity reduction. ഇതൊരു എക്സാമ്പിളാണ്. ഇവിടെ നോക്കേ, സെയിൽസ് പെർ ഇയർ ആണ് പറഞ്ഞത്. 2002, 2003, 2004. ഓരോ ഇയറിലും എത്രയാണ് വരുന്നത്? ഇപ്പൊ 2002 എത്രയാ തന്നിരിക്കുന്ന ഓരോ വാല്യൂ? ഇവിടെ തന്നിരിക്കുന്ന വലുത് 22,400, 40,000, 4,80,000, 3,50,000. അപ്പോൾ അങ്ങനെ തന്നിരിക്കുന്ന ഓരോ വാല്യൂസിനെ ആഡ് ചെയ്തിട്ട് 2002 ആനുവൽ റവന്യൂ സെയിൽസിൽ നിന്ന് 1,56,8,000 ആണ്. അടുത്താണെങ്കിലോ 2,356,000, അടുത്തത് 3,54,000. ഓക്കെയാണോ? ഇങ്ങനെ ഡാറ്റ ക്യൂബ് റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബിൽ നമ്മൾ ക്വാർട്ടേഴ്സ്, ടൈം പീരീഡ്, സെയിൽസ് എത്രയുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സിംഗിൾ ഡയമെൻഷൻസിലേക്ക് സിംഗിൾ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇങ്ങനെ ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ എന്ന് വെച്ചാൽ. So on the left side, sales is shown per quarter. On the right side, data aggregated to provide annual sales. ഇനിയുള്ളത് രണ്ട് മെത്തേഡാണ്, ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷനും ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഓക്കെ, അതിന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞത് വരെ മനസ്സിലായോ? ഇന്ന് അടുത്തൊക്കെ മനസ്സിലായോ? നോർമലൈസേഷൻ്റെ കേസിൽ മിൻമാക്സ് നോർമലൈസേഷനും സെറ്റ് സ്കോർ നോർമലൈസേഷനും ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ ഇതുവരെ? എല്ലാവരും ഇതുവരെ പഠിപ്പിക്കുന്നതൊക്കെ ഒന്ന് പോയി നോക്കുക. പഠിക്കാനൊക്കെ എന്തായാലും റിട്ടേൺ എക്സാം തന്നെയാണ്. ക്ലിയർ ആണ്. നേരത്തെ ക്ലാസ് ആബ്സെൻസ് എടുക്കായിരുന്നു മിഥിലാജും. ഓക്കെ, ഒന്ന് ആബ്സെൻറ്റീസ് എന്ന് പറഞ്ഞു. അഭിലാഷ്, അഭിനവ്, അൻഷബ്, അനുശ്രീ, അർജുൻ, അശ്വിൻ, അതുൽ ദിനേശ്, അതുൽ സത്യപാൽ, ഫിബിന, ഫജർ, മിഥിലാജ്, മിഥിലാജ് ഇല്ല, മൃദുല, ജാസിൽ, റമീസ്, റമീസ് നേരത്തെ കണ്ടായിരുന്നല്ലോ, റമീസ്, ശരത്, ശരത് സർക്ക, ഷബ്ന, സൗരഭ്, സുബിൻ, ശ്രീരാജ്, സുബിൻരാജ്, വിഷ്ണു, അമൃത, അശ്വതി, വിഷ്ണു, അമൃത, അശ്വതി, ബിബിന. ഓക്കെ, റമീസ് പ്രശ്നമില്ല.
മീൻസ് അമൃത ഐശ്വര്യ ജിതിന ഹരിത അമ സന്തോഷം. ഓക്കെ. ഇപ്പൊ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇന്ന് പഠിപ്പിച്ചാല്? എല്ലാവരും ക്ലിയർ ആണല്ലോ? ശരി. We will stop here. We'll continue rest of the things in next class. In next class നമുക്ക് ഈ മൊഡ്യൂളിൽ ഇനി പറയാനുള്ള വെച്ചാൽ നമ്മളിപ്പം ഡയമെൻഷൻ റിഡക്ഷൻ, അതായത് ഡാറ്റ റിഡക്ഷൻ ടെക്നിക്സ് അല്ലേ ഉള്ളത്, അത് കഴിഞ്ഞിട്ട് പിന്നെ കൺസെപ്റ്റ് ഹൈറാർക്കിയും ജനറലൈസേഷനേ ഉള്ളൂ. അത് കുറച്ച് പറയാനുണ്ട് സ്റ്റിൽ. Okay then. We will see you in next class. Okay. Bye bye.